ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത് പന്തീരാങ്കാവ് ഡിക്കാത്ലോണിലാണ്. അപ്പം ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആമ്പുഴ പാലത്തിൻ്റെ താഴെയായിട്ടാണ് ഇതുള്ളത്. അപ്പം ഇന്ന് നമ്മളിപ്പോൾ എന്താ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കേറ്റിംഗ് ഷൂ നോക്കുകയാണ് കേട്ടോ. എനിക്കിവിടെ വന്ന സ്കേറ്റിംഗ് ഷൂ യൂസ് ചെയ്യൽ മസ്റ്റാണ്. അപ്പം ഞാൻ എൻ്റെ സ്കേറ്റിംഗ് ഷൂ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കൊറോണ ആയതുകൊണ്ട് 10 വയസ്സല്ലാത്ത കുട്ടികളെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് 10 വയസ്സായിട്ടില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്നെ കയറ്റിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഞാൻ സ്കേറ്റിംഗ് ഷൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഈ സ്കേറ്റിംഗ് ഷൂ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാനിത് വീണ്ടും യൂസ് ചെയ്യാണ്. പക്ഷേ എൻ്റെ പപ്പ വിടുന്നില്ല കേട്ടോ. എന്നെ ഒറ്റയ്ക്ക് സ്കേറ്റിംഗ് ഷൂ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി തന്നെ വിടുന്നില്ല. ഞാൻ ഇപ്പം ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. ഞാൻ ഒരു പ്രാവശ്യം വീഴാനും പോയി ഗൈസ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അത് മാറ്റി വെച്ച് വീണ്ടും സൈക്കിളിൻ്റെ മുകളിലോട്ട് കയറി. അപ്പം ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു സൈക്കിൾ, ഒരു ഗ്രീൻ കളർ സൈക്കിളാണ്. പിന്നെ എൻ്റെ വാവ കുഞ്ഞു മക്കളുടെ ടൈപ്പ് ഒരു സൈക്കിളോട് എടുത്തിട്ടുണ്ട്. സൈക്കിൾ വാങ്ങണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് കിട്ടുള്ളൂ കേട്ടോ. അത്രയ്ക്ക് നല്ല നല്ല ഐറ്റം സൈക്കിളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പം ഇവിടെ സൈക്കിൾസിനൊക്കെ നല്ല നല്ല ഓഫറുകൾ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, സൈക്കിൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളൂ. അടിപൊളി സൈക്കിളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ അടുത്തതായിട്ട് ബോൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ വാവയുടെ ബോളിൻ്റെ എയർ പോയി അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുതിയൊരു ബോൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ പപ്പ ഇഷ്ടമുള്ളൊരു ബോൾ എടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ബോൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾക്ക് അവസാനമായിട്ട് ഈ ഒരു ബോൾ കിട്ടി. ഇതാണ് വാവയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബോൾ. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ബോൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഐറ്റം. പിന്നെ ഇവിടെ ബോൾ മാത്രമല്ല, നല്ല അടിപൊളി ബൂട്ടുകളും ഉണ്ട്. എൻ്റെ പപ്പയ്ക്ക് ഒരു ബൂട്ട് വാങ്ങി. പിന്നെ ഞങ്ങളുടെ ഷട്ടിൽ ബാറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ഷട്ടിൽ ബാറ്റും ഒരു കോർക്കും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഞാൻ ഈ ഒരു ടർക്കി കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടർക്കി ആയിരുന്നു. നമുക്ക് ടൂറൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഈ ഒരു ടർക്കിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. വാവ ഇപ്പോഴും സൈക്കിൾ ഓട്ടുന്നത് നിർത്തിയിട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത്. ഫ്രണ്ട്സ്, അത് കഴിഞ്ഞതിന് ശേഷം വാവ പറഞ്ഞു ഈ ഒരു ഐറ്റം വേണം കേട്ടോ. പക്ഷെ പപ്പ പറഞ്ഞ് ഇത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് മൂലയ്ക്ക് കിടക്കും. അവൾ എടുത്ത് നോക്കത്ത് പോലുമില്ല. അതുകൊണ്ട് തന്നെ പപ്പ അത് വാങ്ങി കൊടുത്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് അവൾക്ക് എനർജി ഡ്രിങ്ക് പറഞ്ഞ ഡ്രിങ്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു എനർജി ഡ്രിങ്ക് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ലെമൺ ഫ്ലേവർ എടുത്തപ്പോൾ അപ്പം തന്നെ പറഞ്ഞു എനിക്കത് വേണ്ട, എനിക്ക് ഈ ഒരു ആപ്പിളിൻ്റെ ഫ്ലേവർ, എന്താണ് ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ഫ്ലേവർ വേണം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് കൊടുത്തപ്പം നല്ല സന്തോഷമായി. അപ്പോൾ അവളത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ജിമ്മിൻ്റെ ഐറ്റംസും എക്സസൈസ് ഐറ്റംസും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം ഞാനിത് ഇവിടുന്ന് ഈ ഒരു മിററിൽ നോക്കി കോമഡിക്കളി നിന്ന് കളിച്ച് അതൊന്നും ആരും നോക്കരുത് കേട്ടോ, മൈൻഡ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ആ ഒരു ബോക്സ് കാണിച്ചു തന്നില്ലേ, ആ ഒരു ഐറ്റമാണിത്. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാത്ത എത്രയോ ബെറ്ററാണ്. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വാവ അതിൽ കയറിയിരുന്ന അപ്പം തന്നെ അത് കണ്ടോ കളിക്കുന്നത്. അതേപോലെ വീണ് പോവാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഐറ്റമായിരുന്നു. പിന്നെ ഇത് ഈ ഒരു സാധനം കിട്ടി സർക്കസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഒരു ഐറ്റം എടുത്തിട്ടൊന്നല്ല, നമ്മൾ ഇങ്ങനെ പൊന്തിക്കുന്ന സാധനമല്ലേ ഇത്, ഈ ഒരു ഐറ്റം. അപ്പം ഈ ഒരു ഐറ്റം എടുത്ത് ഞാൻ കളിച്ചപ്പോൾ ചെറിയൊരു കനം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 2 എണ്ണം എടുത്ത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് ചെറുതാണെങ്കിൽ നല്ല വെയിറ്റാണ് ഗൈസ്. അപ്പം ഞാൻ പപ്പനെ ചോദിച്ചു ഇത് വാങ്ങിത്തരുമോ എന്ന്. അത് വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഗൈസ് ഇത് ഇങ്ങനെയൊക്കെ കാണിച്ചത്. അതങ്ങനെയല്ല, ഇങ്ങനെയാണ്, നിനക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിയിട്ടില്ല ഗൈസ്. പിന്നെ ഇത് ഞാൻ കുറച്ച് വലുപ്പമുള്ളത് അടുത്ത് അതെനിക്ക് പൊന്തുന്നതല്ല. അത് കഴിഞ്ഞു ഗൈസ്, ഞാൻ 2 എണ്ണം എടുത്ത് വന്നിരിക്കുകയാണ് വീണ്ടും. അപ്പോൾ നമ്മളിത് 2 എണ്ണം എടുത്ത് കളിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഒരു വെയിറ്റൊക്കെ തോന്നി കേട്ടോ.
നല്ല വെയിറ്റാണ്, നിങ്ങൾ വിചാരിക്കുന്നതല്ല. പിന്നെ അതിനേക്കാളും വെയിറ്റുള്ള ഒരു ബോൾ പോലെയുള്ള ഐറ്റം ഞാൻ എടുത്തു. അതെനിക്ക് പൊന്തുന്നു തന്നെ ഇല്ല. ഞാൻ അവിടെ തന്നെ വെച്ചു. അവിടെ വെക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല, അത്രയ്ക്കും വെയിറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ നമ്മളിപ്പോൾ എടുത്ത് കളിച്ച ആ സാധനം തന്നെ എടുത്ത് കളിച്ചു. പിന്നെ ഇതൊരു വർക്ക്ഷോപ്പാണ്. ഈ ഒരു വർക്ക്ഷോപ്പ് സൈക്കിളൊക്കെ കേടായി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് സെറ്റാക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഈ ഒരു ഐറ്റം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. പക്ഷേ ഞങ്ങൾക്കിത് വേണ്ട ഗൈസ്, വെറുതെ ആണ്. വീട്ടിൽ നിന്ന് വെറുതെ എറിഞ്ഞ് കളിക്കത്തേ ഉള്ളൂ. ഇതിൻ്റെ യൂസൊന്നും ഞങ്ങൾക്കറിയില്ല, വെറുതെ ഇങ്ങനെ ഒരു രസത്തിന് അന്ന് വാങ്ങിയതാണ്. പിന്നെ മനസ്സിലായിട്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ടോയ് ആണിത്. ഇത് വീട്ടിലിപ്പോൾ ഉണ്ട്, അത് വേണ്ട ഇനി. അപ്പോൾ ഇതൊരു ചെയറാണ്, നല്ലൊരു മോഡൽ ടൈപ്പ് ചെയറാണ്. ഞങ്ങളിത് വാങ്ങണം വിചാരിച്ചു ഗൈസ്, പക്ഷേ അത് വേണ്ട വിചാരിച്ചു. ഒരു മോഡൽ ടൈപ്പാണ് ഞങ്ങൾ നോക്കിയത്, അതുകൊണ്ട് തന്നെ ഇത് വേണ്ട വിചാരിച്ചു ഞങ്ങൾ വേറൊരു മോഡൽ ടൈപ്പ് ചെയർ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിൽ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ പടേന്ന് പറഞ്ഞ ഒറ്റ വീഴലും കൊണ്ട് വീണ് ഗൈസ്. അതിൽ ഞങ്ങൾക്ക് അത് വേണ്ടാന്ന് വിചാരിച്ചു. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്ന് ഇരിക്കുമ്പോൾ വീണ് പോയാൽ പണി കിട്ടും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് രണ്ടും വാങ്ങിയിട്ടില്ല. ഈ ഒരു സംഭവം എന്താ മനസ്സിലായോ, ഇതാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടുന്ന ഒരു സംഭവം. പിന്നെ ഇത് ഈ ഒരു ടി വിയിൽ കാണിക്കുന്ന പോലെ തന്നെ ഇങ്ങനെയും ഇത് യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എൻ്റെ ഭാവിക്ക് അത് വെച്ചെടുത്തപ്പോൾ തന്നെ ഒരു ഷോക്ക് അടിക്കുന്ന ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് പപ്പയുടെ കയ്യിലൊന്നും ചെയ്തത്, പപ്പയ്ക്ക് നല്ല സുഖം ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇറിറ്റേഷനായിട്ടൊരു ഇക്ലി ആവുന്ന പോലെയൊക്കെ തോന്നി. പിന്നെ നല്ല സുഖം ഉണ്ടെന്ന് തോന്നിയിട്ടു. അപ്പോൾ ഇതെങ്ങനെ ഓണാക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണാവും. ആ ബട്ടൺ തന്നെ വീണ്ടും അമർത്തി കഴിഞ്ഞാൽ ഇത് ഓഫാവും. അപ്പം എൻ്റെ ഉമ്മയ്ക്കും വല്യപ്പയ്ക്കും ഒക്കെ കാലുവേന കൈവേന ഒക്കെ വരുമ്പോൾ ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ വിചാരിച്ച് ഞങ്ങൾ അത് വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പുറത്തിറങ്ങി നല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ടൈപ്പ് സംഭവം കേട്ടോ. ഞാനിവിടെ വന്നിട്ടുള്ള സമയത്ത് ഇവിടുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല മഴ പെയ്തിട്ട് ഫുള്ള് വെള്ളമാണ്, നമുക്ക് കളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. പക്ഷേ ഇവിടെ അത്ര വെള്ളമില്ല. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിൽ കണ്ട നിങ്ങൾ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടോ, ഉള്ളിലോട്ട് കയറി ചാടി കളിച്ച് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്കുള്ള ഊർജ്ജം. അപ്പം ഇനി ഇതേപോലുള്ള ഏതെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു.